മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ഹരിഹർ ഫോർട്ടിനെ കുറിച്ച് അറിയാത്തവർ കുറവായിരിക്കും. എല്ലാ സഞ്ചാരികളെയും പോലെ ഞങ്ങളുടെയും സ്വപ്നമായിരുന്നു ഒരു ഹരിഹർ ഫോർട്ട് യാത്ര. പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സൗത്ത് ഇന്ത്യയുടെ ഹരിഹർ ഫോർട്ടിനെ കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കൊണ്ടരങ്ങി ഹിൽസ്. ആകാശത്തേക്കുള്ള പാതയെന്ന പോലെ ഒരു കൊടുമുടി. ആ മലമുകളിലേക്ക് കണ്ണെത്താ ദൂരത്തോളമുള്ള പടിക്കെട്ടുകൾ, മലയ്ക്ക് മുകളിലെ പ്രതിഷ്ഠ. കാഴ്ചകൾ കൊണ്ടും സാഹസികത കൊണ്ടും ഹരിഹർ ഫോർട്ടിനോട് കിടപിടിക്കുന്ന കൊണ്ടിരങ്ങി മലയിലേക്കാണ് ഈ യാത്ര. താഴെയുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഞങ്ങൾ മല കയറാൻ തുടങ്ങി. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മാത്രമേ സന്ദർശകർക്ക് മല കയറാൻ അനുവാദമുള്ളൂ. പാറയിൽ തന്നെ കൊത്തിയ പടികളിലൂടെ ഞങ്ങൾ നടന്നു തുടങ്ങി. പിടിച്ചു കയറി പോകുന്നതിന് കൈവരി ഉണ്ടായിരുന്നു. തുടക്കം വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ നമ്മൾ കൊണ്ടരങ്ങി ഹിൽസിൻ്റെ ഒരു 100 മീറ്റർ കയറി എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത്യാവശ്യം വ്യൂ കാണാൻ പറ്റുന്നതാണ്. അവിടെ നഗരത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇവിടെ നിന്ന് കാണാവുന്നതാണ്. കൊടൈക്കനാലിൻ്റെ മലനിരകളാണ് ആ കാണുന്നത്. കൈവരികളുള്ളതുകൊണ്ട് നമുക്ക് കയറി പോകാൻ നല്ലോണം പറ്റുന്നുണ്ട്. ഇവിടെ ധാരാളം കള്ളിമുൾ ചെടികൾ കാണാം. അതിനിടയിലൂടെ നടക്കാൻ തുടങ്ങി. ഇനി അങ്ങ് കുത്തനെയുള്ള ഗേറ്റുമാണ്. അല്പം വെള്ളം കുടിക്കാനിരുന്നപ്പോഴാണ് ഗോപാലകൃഷ്ണൻ ഞങ്ങളെ താണ്ടി മലകയറ്റം ആരംഭിച്ചത്. ഗിന്നസ് ബുക്ക് ലക്ഷ്യമിട്ടുള്ള ഓട്ടമാണ് ആ കാണുന്നത്. അവന് പിന്നാലെ ഞങ്ങളും നടന്നു തുടങ്ങി. അങ്ങ് ദൂരെ കാറ്റാടിപ്പാടങ്ങളും കാണാം. പകുതി എത്തിയപ്പോഴേക്കും ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. താഴേക്ക് നോക്കുമ്പോൾ കഷ്ടപ്പെട്ടുള്ള കയറ്റം വെറുതെ ആയില്ല എന്ന് തോന്നി. ആകാശം മലകളെ തൊട്ടുരുമ്മി നിൽക്കുന്നു. കൈ നീട്ടിയാൽ മേഘങ്ങളെ തൊടാമെന്ന് തോന്നും. പരന്നു കിടക്കുന്ന പാടങ്ങളിൽ വെയിൽ വീണ് തുടങ്ങുമ്പോൾ കാഴ്ചകൾ വേറൊരു തലത്തിലേക്കെത്തുന്നു. അല്പനേരം വിശ്രമിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതാ വീണ്ടും ഗോപാലകൃഷ്ണൻ ഞങ്ങളെ താണ്ടി കുതിച്ചു പോകുന്നു. ഇതയാളുടെ 2ാമത്തെ കയറ്റമാണ്. ഇനിയുള്ളത് പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള സാഹസികമായ കയറ്റമാണ്. മലയുടെ ഏകദേശം 3/4 ഭാഗം എത്തിയപ്പോൾ ഒരു ക്ഷേത്രം കാണാം. ഈ ക്ഷേത്രം ഒരു ഗുഹയ്ക്കുള്ളിലാണ്. കുറേ ആളുകൾ ക്ഷേത്രം തുറക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അവിടെ കാത്തിരുന്നു. അപ്പോഴാണ് ശക്തമായൊരു ശബ്ദം ഞങ്ങളുടെ കാതുകളിലേക്ക് എത്തിയത്. ഞങ്ങൾ നിൽക്കുന്നതിന് സമാന്തരമായി എയർഫോഴ്സിന്റെ ഒരു വിമാനം അതിവേഗം പറന്നു പോകുന്നു. ആ കാഴ്ച കണ്ടപ്പോഴാണ് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഉയരത്തിന്റെ യഥാർത്ഥ ചിത്രം മനസ്സിലായത്. ശരിക്കും അപ്രതീക്ഷിതമായൊരു വിസ്മയ കാഴ്ചയായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ആ വിമാനം ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ക്ഷേത്രത്തിലെ പൂജാരി വന്ന് നട തുറന്നു. ഈ കാണുന്ന പാറയുടെ പൊത്തിൽ നിന്നുമാണ് ക്ഷേത്രത്തിലേക്കുള്ള വെള്ളമെടുക്കുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ പൂജ ആരംഭിച്ചു. ഞങ്ങളെല്ലാവരും അകത്തേക്ക് പ്രവേശിച്ചു. ഒരു ഇടുങ്ങിയ ഗുഹയാണിത്. ഒരു ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചം മാത്രം കാണാം. ഈ ഗുഹയിൽ യോഗികളും മുനിവര്യന്മാരും പണ്ടുകാലത്ത് തപസ്സിരുന്നുവെന്നാണ് വിശ്വാസം. ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ചില കൊത്തുപണികളും അവിടെയിവിടെയായി കാണാം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോഴാണ് 3ാമത്തെ തവണ ഗോപാലകൃഷ്ണൻ മല കയറിയിറങ്ങുന്നത് കാണുന്നത്. വീണ്ടും മല കയറാൻ തുടങ്ങി. മലയുടെ ഉച്ചിയിലേക്ക് അടുത്തു തുടങ്ങി. ഇനിയുള്ളത് അല്പം ബുദ്ധിമുട്ടേറിയ ഭാഗമാണ്. പാറക്കെട്ടിനിടയിലൂടെയുള്ള ഈ ചങ്ങല പിടിച്ചു വേണം മുകളിലേക്ക് കയറാൻ. 3825 അടി ഉയരത്തിൽ കൊണ്ടിരങ്ങി മലയുടെ മുകളിൽ മല്ലികാർജുന സന്നിധിയിൽ ചുറ്റും 360 ഡിഗ്രി കാഴ്ച. അപ്പോഴാണ് ഗോപാലകൃഷ്ണൻ 4ാമത്തെ തവണ മുകളിലെത്തുന്നത്. ഇവന് ക്ഷീണമൊന്നും വരുന്നില്ലേ എന്ന് ആലോചിച്ചു പോയി. ഇവിടെ നിന്നാൽ മലയുടെ ഒരു വശത്ത് നിറയെ കാറ്റാടിപ്പാടങ്ങൾ കാണാം.
കൂടാതെ കൊടൈക്കനാൽ മലനിരയും പഴനിമലയും ഓട്ടൻചത്രം നഗരവും കാണാമത്രേ. കോടയുള്ള കാലാവസ്ഥയായതിനാൽ ഇക്കാഴ്ചകളുടെ പൂർണ്ണത ഞങ്ങൾക്ക് ലഭിച്ചില്ല. ജീവിതത്തിൽ ഇതുപോലൊരു അനുഭവം ഇനി ഉണ്ടാകുമോ എന്നറിയില്ല.